അതും സത്യമാണ്. പക്ഷേ മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തു മൂന്നാം നാൾ കല്ലറയുടെ കവാടബന്ധിത ശിലാപ്രതിബന്ധത്തെയും തട്ടിത്തകർത്തുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. എന്റെ പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അവിടുന്ന് തന്റെ ശിഷ്യഗണങ്ങളെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഞങ്ങൾ ഉയർത്തി പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ പ്രസംഗത്തിന് ആധാരമായ, ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ, ഞങ്ങളുടെ ജീവന്റെ ജീവനായ, ഞങ്ങളുടെ പ്രാണന്റെ പ്രാണനാഥനായ യേശുക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് തെളിയിച്ചു കാണിച്ചയാളാണ്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ നേതാവില്ല, ഒരൊറ്റ മതപ്രഭാഷകരില്ല, ഒരൊറ്റ ആചാര്യന്മാരില്ല. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയും, മറ്റൊരാളിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല.